നമ്മുടെ ഈ കാട്ടിക്കുളം തിരുനെല്ലി റൂട്ട് വൈൽഡ് ലൈഫ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു ഫേവറേറ്റ് റൂട്ട് തന്നെയാണ്. ഇഷ്ടം പോലെ ആനിമൽ സൈറ്റിങ്സ് നമുക്ക് ഈ റൂട്ടിൽ നിന്ന് കിട്ടാറുണ്ട്. വയനാട്ടിലെ കാടുകളിലൂടെ ഒക്കെ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണണം. അടുത്ത വയനാട് യാത്രയിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം തോൽപ്പെട്ടി ചെന്നൊരു സഫാരി എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പം പ്ലാൻ ഒന്ന് ചെറുതായിട്ട് മാറി. ഞങ്ങൾ നേരെ തിരുനെല്ലിക്ക് ഡ്രൈവ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇടയ്ക്കിടയ്ക്ക് മഴ ചാടുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞങ്ങൾ ഇന്ന് സഫാരിക്ക് പോകുന്നില്ല എന്ന് വെച്ചത്. ഈ ഒരു റൂട്ടിൽ ഞങ്ങൾ അങ്ങനെ കാര്യമായിട്ട് സൈറ്റിങ്സ് ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ച് നല്ല സൈറ്റിംഗ് ഒക്കെ കിട്ടി. ഒരു അടിപൊളി ഡ്രൈവായിരുന്നു ഇത്. മാനുകളെ ഇനിയും കാണാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ മെല്ലെ മുന്നോട്ട് പോയപ്പോഴാണ് പെട്ടെന്ന് ഒരു ആനയെ കണ്ടത്. ആന റോഡിന്റെ താഴെയായിട്ടാണ് നിൽക്കുന്നത്. അത് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഞങ്ങൾ മെല്ലെ പാരലായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. ഈ ആന ഇവിടെ ഉള്ളവര് സീറോ ടെയിൽ എന്നാണ് വിളിക്കുന്നത്. ഇവന് വാലില്ല. ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണുന്നുള്ളവർക്ക് ചിലപ്പോൾ അറിയായിരിക്കും. ഞങ്ങൾക്ക് ഇതിനു മുമ്പും ഈ ആനയുടെ സൈറ്റിംഗ് ഏകദേശം ഈ ഒരു സ്ഥലത്തൊക്കെ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവൻ ഈ റൂട്ടിലെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു കൊമ്പൻ തന്നെയാണ്. സോഷ്യൽ മീഡിയാസിലൊക്കെ ഇഷ്ടംപോലെ ഫോട്ടോസും വീഡിയോസും നമുക്ക് ഇവൻ്റെ കാണാം. ഞങ്ങളൊരു വൈകുന്നേരമാണ് ഈ റൂട്ടിലേക്ക് വന്നത്. ഇപ്പം അത്യാവശ്യം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മഴയും ചാറുന്നുണ്ട്. അവനങ്ങനെ മെല്ലെ നടന്ന് കുറെ മരങ്ങളൊക്കെ ഉള്ള സ്ഥലത്തിന്റെ ഇടയിൽ പോയി നിന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു ആന നിൽക്കുന്നുണ്ടെന്ന് പെട്ടെന്നൊന്നും നോക്കിയാൽ തിരിച്ചറിയില്ല. ഇന്നങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലാത്ത ദിവസമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ കാര്യമായിട്ട് വണ്ടിയും ബഹളം ഒന്നും തന്നെ റോഡിലുണ്ടായിരുന്നില്ല. പിന്നെ ഈ ആനയാണെങ്കിൽ താഴെയായിട്ടാണ് നടക്കുന്നത്. പെട്ടെന്നൊന്നും അങ്ങനെ കയറി വരാനും പറ്റില്ല. അതുകൊണ്ട് നല്ല രീതിക്ക് ആനേനെ കാണാനും ഷൂട്ട് ചെയ്യാനും ഒക്കെ പറ്റി. മഴക്കാറുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു ഇന്ന് പെട്ടെന്ന് തന്നെ ഇരുട്ടായിട്ടുണ്ട്. അവൻ അവിടെ നിന്ന് ഇത്ര കാര്യമായിട്ട് ഇങ്ങോട്ട് വന്നത് ഈ ചെളിയൊക്കെ വാരി അവന്റെ ദേഹത്ത് ഇടാൻ വേണ്ടിയായിരുന്നു. ഇത് തന്നെ ലക്ഷ്യം വെച്ചാണ് മൂപ്പര് ഇങ്ങോട്ട് നടന്നു വന്നതും. ആനകൾ അവരുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും പിന്നെ ചെറിയ ഇൻസെക്ട്സിൽ നിന്നൊക്കെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെളി വാരി അവരുടെ ദേഹത്തിടുന്നത്. ഇതിനെക്കുറിച്ച് മുമ്പൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളിങ്ങോട്ട് ഒരു വൈകുന്നേരമാണ് വന്നത്. ഇപ്പം മഴയും കൂടെ ആയപ്പം ലൈറ്റൊക്കെ നല്ലപോലെ കുറഞ്ഞു. വീഡിയോസിൽ അതുകൊണ്ട് നിങ്ങൾക്ക് നോയ്സ് കാണാൻ സാധിക്കും. ഞങ്ങൾ ഈ ആനയെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഞങ്ങളുടെ കാറിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു കാട്ടുപോത്ത് വന്നിരുന്നു. ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും അത് പെട്ടെന്ന് തന്നെ കാടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. നിങ്ങൾ ഈ റൂട്ടിലൂടെ ഒക്കെ വരുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ നമുക്ക് എന്തെങ്കിലും സൈറ്റിംഗ് കിട്ടി നമ്മൾ ആ ഭാഗത്തേക്ക് മാത്രം നോക്കി നിൽക്കരുത്. രണ്ട് സൈഡിലേക്കും നോക്കണം. ഇവിടെ ഇപ്പം രണ്ട് സൈഡിൽ നിന്ന് അനിമൽസ് വരാൻ നല്ല ചാൻസ് ഉള്ള ഒരു റൂട്ടാണിത്. അങ്ങനെ ഈ ആനയെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബൈക്കിൽ വന്ന രണ്ടുപേര് വന്നിട്ട് പറഞ്ഞു കുറച്ച് മുന്നിലായിട്ട് വേറൊരു കൊമ്പൻ നിൽക്കുന്നുണ്ടെന്ന്. കുറച്ച് ഉയരത്തിലാണ് നിൽക്കുന്നത്. റോഡിലേക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ഇറങ്ങാൻ ചാൻസ് ഇല്ല. നിങ്ങളുടെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. കുറച്ചങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങളവിടെ എത്തിയപ്പം പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഹൈറ്റിലായിട്ട് ഒരു കൊമ്പൻ നിൽക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു അടിപൊളി കൊമ്പൻ തന്നെയായിരുന്നു. നല്ല നീളമുള്ള കൊമ്പുകളൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവനും സീറോ ടെയിലിനെ പോലെ ശരീരത്തൊക്കെ ആകെ ചെളി വാരിയിട്ട് ഇപ്പൊ ഒരു മണ്ണിന്റെ കളറിലാണ് ഇവിടെ നിൽക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു കൊമ്പൻ തന്നെയാട്ടോ ഇത്. ഇവിടെ താഴെയുള്ള വണ്ടികളുടെ സൗണ്ടും ആൾക്കാരുടെ സൗണ്ടും ഒക്കെ കേട്ടിട്ട് അവൻ മെല്ലെ റോഡിന്റെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നല്ല ഹൈറ്റിലാണ് അവൻ നിൽക്കുന്നത്. അവിടുന്ന് പെട്ടെന്നൊന്നും താഴേക്ക് വരാൻ പറ്റില്ല. നമുക്ക് രണ്ട് കൊമ്പന്മാരുടെ നല്ല സൈറ്റിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്.
മറ്റേ കൊമ്പൻ റോഡിൽ നിന്ന് താഴെ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം സേഫ് ആയിട്ട് ഇന്ന് കാണാൻ പറ്റി. പിന്നെ ഈ കൊമ്പനാണെങ്കിൽ നല്ല ഓപ്പൺ സ്പേസിലാണ് ഇവിടെ നിൽക്കുന്നത്. നമുക്ക് ഇവന്റെ നല്ലൊരു സൈറ്റിംഗ് തന്നെയാണ് കിട്ടിയത്. നമ്മുടെ വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത് 4 റേഞ്ചസ് ആണ്. അതിലെ നോർത്തേൺ റേഞ്ചാണ് തോൽപ്പെട്ടി. നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് തോൽപ്പെട്ടിയും ഇതിനോട് ചേർന്ന് കിടക്കുന്ന കാടുകളൊക്കെയാണ് ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു തോൽപ്പെട്ടിയിലാണ് നമ്മുടെ തിരുനെല്ലിയും പിന്നെ തോൽപ്പെട്ടി സഫാരിയൊക്കെ വരുന്നത്. അതേപോലെ തോൽപ്പെട്ടിനോട് ചേർന്ന് തന്നെയാണ് കർണാടകയിലെ നാഗർഹോല ടൈഗർ റിസർവ് ഉള്ളത്. കുറച്ച് കഴിഞ്ഞപ്പം അവൻ മെല്ലെ തിരിഞ്ഞ് ഫ്രണ്ടിലേക്ക് നടക്കാൻ തുടങ്ങി. അവന് റോഡ് ക്രോസ് ചെയ്ത് താഴേക്ക് പോകാനുള്ള പ്ലാനാണ്. അതുകൊണ്ട് വഴി അന്വേഷിച്ച് കുറച്ച് മുന്നോട്ട് മുപ്പിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവനെ അവിടെ വിട്ട് ഞങ്ങൾ നേരെ തിരുനെല്ലിക്ക് പോയി. തിരുനെല്ലി പോയി അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ച് തിരിച്ചു വന്നപ്പോഴേക്കും അത്യാവശ്യം ഇരുട്ടായിരുന്നു. ഈ ട്രാഫിക്കൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ആ ആന ഇപ്പോഴും റോഡ് സൈഡിൽ തന്നെ ഉണ്ടെന്ന്. ആന അവിടെ നിന്ന് അധികമൊന്നും മൂവ് ചെയ്തിട്ടില്ല. റോഡ് ക്രോസ് ചെയ്ത് താഴേക്ക് പോയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പോഴും അവൻ ആ മുകൾ ഭാഗത്തായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അവനങ്ങനെ കുറച്ച് ഉള്ളിലേക്ക് നിൽക്കുന്നത് കൊണ്ട് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇപ്പം റോഡിൽ അത്യാവശ്യം ട്രാഫിക് ഉണ്ട്, അതുകൊണ്ട് അധിക നേരം അവിടെ നിർത്തിയില്ല. മാത്രമല്ല ഇപ്പം ചെറുതായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ട്. അധികം ഇരുട്ടാവുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് പോകാന്നുള്ള രീതിക്ക് ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഡ്രൈവ് ചെയ്തു. നേരത്തെ സീറോ ട്രെയിലിനെ കണ്ട ഒരു ഭാഗത്തെത്തിയപ്പം ഇപ്പോഴും അവിടെ ആളുകളൊക്കെ നിൽക്കുന്നുണ്ട്. ആന ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ഇരുട്ടായതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇവിടെ നിന്നില്ല, നേരെ വീട്ടിലേക്ക് പോയി. അങ്ങനെ വീട്ടിലെത്തി കടന്നുറങ്ങി ഞങ്ങൾ രാവിലെ വീണ്ടും ഇറങ്ങി. ഇപ്രാവശ്യം തിരുനെല്ലിയിലേക്കല്ല, നേരെ നാഗർഹോല ടൈഗർ റിസർവിലേക്കാണ് പോകുന്നത്. രാവിലെ ഇപ്പം റോഡ് സൈഡിലായിട്ട് ഇഷ്ടംപോലെ പുള്ളിമാനുകൾ ഉണ്ടായിരുന്നു. കാട്ടിക്കുളത്തിന് തോൽപ്പെട്ടി റോഡിൽ വന്ന് കുട്ടിയെന്ന് നമുക്ക് നേരെ നാഗർഹോല ടൈഗർ റിസർവിലേക്ക് വരാം. നാഗർഹോല ടൈഗർ റിസർവിലെ നാനാച്ചി ഗേറ്റിലാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. ഞങ്ങളിവിടെ രാവിലെ 6:15 ആയപ്പോഴേക്ക് എത്തി. ഇവിടെ 7 മണിക്കാണ് സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നല്ല വെയിലൊക്കെ വന്ന് നല്ലൊരു അന്തരീക്ഷമാണ്. ഇടയ്ക്ക് മഴ കിട്ടിയതുകൊണ്ട് കാടിന് നല്ല പച്ചപ്പൊക്കെ ഉണ്ട്. അതിലേക്ക് ഈ സൺലൈറ്റ് അടിക്കുമ്പം കാട് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പം ഒരു വയലിലായിട്ട് കുറച്ച് സാമ്പാഡിയേഴ്സിനെ കണ്ടു. അവരാണെങ്കിൽ അത്യാവശ്യം ദൂരത്തായിരുന്നു. അവരുള്ളതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു കൂട്ടം ഗ്രേലങ്കൂറും ഉണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഇവിടുത്തെ ഒഫീഷ്യൽസ് പറഞ്ഞിരുന്നു ഇപ്പോൾ സൈറ്റിങ്സ് ഒക്കെ കുറവാണ്, കാര്യമായിട്ട് അങ്ങനെ സൈറ്റിംഗ് ഒന്നും ഇല്ലയെന്ന്. ഞങ്ങളിന്ന് ഇവിടെ ആകെ കണ്ടത് കുറച്ച് സാമ്പാഡിയേഴ്സിനെയും ലങ്കൂറിനെയും പിന്നെ പുള്ളിമാനെയായിരുന്നു. പിന്നെ ഒരു ആനയെ കണ്ടിരുന്നു, പക്ഷെ അങ്ങനെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. പെട്ടെന്ന് തന്നെ അത് ഉള്ളിലേക്ക് കയറിപ്പോയി. നമ്മൾ നാഗർഹോല ടൈഗർ റിസർവിലേക്കൊക്കെ വരുമ്പം നമ്മുടെ മനസ്സിലുള്ള സൈറ്റിംഗ് ടൈഗറിൻ്റെയും ലെപ്പേർഡിൻ്റെ ഒക്കെയാണ്. പക്ഷേ ഇന്ന് അങ്ങനത്തെ സൈറ്റിംഗ് ഒന്നും ഇവിടെ കിട്ടിയില്ല. നമ്മൾ ഈ സഫാരിൻ്റെ അധികം വിഷ്വൽസ് ഒന്നും ഇവിടെ ആഡ് ചെയ്യുന്നില്ല. ഈ ഒരു സഫാരിക്ക് ശേഷം വൈകുന്നേരം ഞങ്ങൾക്ക് തോൽപ്പെട്ടിയിലും കൂടി ഒരു സഫാരി ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു സഫാരി കഴിഞ്ഞ് നേരെ പുൽപ്പള്ളിയിലെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ചേകാടി ഫോറസ്റ്റിലൂടെ ഡ്രൈവ് ചെയ്ത് തിരിച്ച് തോൽപ്പെട്ടിയിലേക്ക് വരിക എന്നുള്ളതാണ്. നല്ല ഭംഗിയുള്ളൊരു ഫോറസ്റ്റ് റൂട്ടാണ് ചേകാടിയിലേക്കുള്ള ഈ ഒരു റൂട്ട്. ചേകാടി കുറച്ച് നാളുകളായിട്ട് വയനാട്ടിലെ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനാണ്. അതിൻ്റെ ഒപ്പം ഈ റൂട്ട് ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ ബാലൻ മൂവിയിലെ ലൊക്കേഷനും കൂടി ആയപ്പം ഇങ്ങോട്ടിപ്പം ഇഷ്ടം പോലെ ആളുകൾ വരുന്നുണ്ട്. ഈ ഒരു വഴി കാണാൻ എത്ര ഭംഗിയുള്ളതാണോ അത്രത്തോളം ഡേഞ്ചറസുമാണ്. ഇവിടെ മിക്കപ്പോഴും ആനകൾ ഉണ്ടാവാറുണ്ട്. ഇവിടുത്തെ ആനകൾ കുറച്ച് അഗ്രസീവാണ്. വണ്ടികളൊക്കെ കണ്ട മിക്കപ്പോഴും ചാർജ് ചെയ്യാറുമുണ്ട്. അങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നപ്പം ഒരു സ്പോട്ടഡ് ഡിയറിനെ കണ്ടു.
നല്ല വലിയ കൊമ്പുകളൊക്കെ ആയിട്ട് അത് നടക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. ഒറ്റയ്ക്കായതുകൊണ്ടാണെന്ന് തോന്നുന്നു അത് അത്യാവശ്യം പാനിക്കായിരുന്നു. ഞങ്ങളുടെ പ്രസൻസ് ഒക്കെ മനസ്സിലാക്കിയപ്പം അത് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറിപ്പോകുകയായിരുന്നു. കുറച്ചു ദൂരം നടന്ന് അത് നമ്മുടെ ബാക്കിലൂടെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോയി. നിങ്ങൾ തോൽപ്പെട്ടി, തിരുനെല്ലിയോ അല്ലെങ്കിൽ ചേകാടിയൊക്കെ വരുന്നവരാണെങ്കിൽ ഈ ഒരു റൂട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നല്ലൊരു അടിപൊളി ഫോറസ്റ്റ് റൂട്ടാണ്. കുറച്ച് നാൾ മുമ്പ് വരെ ഈ റോഡിലൂടെ നമുക്ക് കുറുവാദ്വീപിലേക്ക് പോകായിരുന്നു. ഇപ്പൊ പക്ഷെ കുറച്ച് നാളുകളായിട്ട് അത് ക്ലോസ്ഡ് ആണ്. അങ്ങനെ ഞങ്ങൾ തോൽപ്പെട്ടി എത്തി സഫാരി സ്റ്റാർട്ട് ചെയ്തു. 5:30 സഫാരിയാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് 6 മണിക്ക് മുമ്പ് വരെ വന്നു കഴിഞ്ഞാൽ സഫാരി കിട്ടും. അങ്ങനെ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പം ആദ്യത്തെ സൈറ്റും കിട്ടി. ഇവിടുത്തെ ഒരു വാട്ടർ സോഴ്സിൻ്റെ അടുത്തായിട്ടാണ് നമുക്ക് ഈ സൈറ്റും കിട്ടിയിരിക്കുന്നത്. ഇവിടെ മിക്കപ്പോഴും എന്തെങ്കിലുമൊക്കെ ആനിമൽസിൻ്റെ സൈറ്റിംഗ് ഉണ്ടാവാറുണ്ട്. സാമ്പാട്ടിയറോ പുള്ളിമാനോ അല്ലെങ്കിൽ ഇതുപോലെ കാട്ടുപോത്തോ ഒക്കെ. ഇതിനു മുമ്പ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വൈൽഡ് ഡോഗ്സിൻ്റെ സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ആക്ച്വലി 2 കാട്ടുപോത്തുണ്ട്. ഇവരിങ്ങനെ ഈ ചെടീൻ്റെ ബാക്കിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് അപ്പുറത്തായിട്ട് ഒരു കൂട്ടം പുള്ളിമാനുകൾ പുല്ലും തിന്ന് നടക്കുന്നുണ്ടായിരുന്നു. ആ കാട്ടുപോത്തുകളാണെങ്കിൽ ആ ചെടീൻ്റെ ബാക്കിലേക്ക് പോയിട്ട് പിന്നെ അങ്ങനെ പുറത്തേക്കൊന്നും കണ്ടില്ല. ഞങ്ങളിനി എന്തായാലും മുമ്പോട്ട് പോവാണ്. ഈ ഒരു മരത്തേല് 2 അവളുണ്ടായിരുന്നു. ഞങ്ങൾ ക്യാമറ ഒക്കെ എടുത്ത് വന്നപ്പോഴേക്കും 2 അവളും പറന്നുപോയി. അവളിനെ കണ്ട സ്ഥലത്ത് നിന്ന് കുറച്ച് മാറി ദൂരെയായിട്ട് ഒരു മരത്തേലും മലയണ്ണാനുണ്ടായിരുന്നു. അത് ഈ മരത്തേൽ ഇങ്ങനെ തൂങ്ങിക്കിടന്ന് ആ കായൊക്കെ പറിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സഫാരി റൂട്ടിൽ മിക്ക സ്ഥലങ്ങളും പുല്ലൊക്കെ നല്ല പോലെ വളർന്ന് നമുക്ക് വിസിബിലിറ്റി വളരെ കുറവാണ്. ഞങ്ങളങ്ങനെ തുറസായ ഒരു സ്ഥലത്തെത്തിയപ്പം ദൂരത്തായിട്ട് ഒരു ആനക്കൂട്ടത്തെ കണ്ടു. ആനക്കൂട്ടത്തിലാണെങ്കിൽ 2 ആനകൾ ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കണ്ടിട്ട് 2ഉം ഫീമെയിൽ എലിഫൻസ് തന്നെയാണ്. ഹേർഡിലുണ്ടായ എന്തോ ചെറിയൊരു പ്രശ്നമാണെന്ന് തോന്നുന്നു ഇവരിങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ വണ്ടി കുറച്ച് ബാക്കിലായിട്ടായിരുന്നു ആദ്യം നിർത്തിയിരുന്നത്. ഞങ്ങളുടെ പ്രസൻസ് മനസ്സിലാക്കിയതിന് ശേഷം ഇവരങ്ങനെ ഫൈറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പം അവർ കൂടുതലും ബോധർ ചെയ്യുന്നത് ഞങ്ങളുടെ പ്രസൻസാണെന്ന് തോന്നുന്നു. ഈ ആനകൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് വലിയൊരു വയലിലാണ്. ഈ ആനകൾ നിൽക്കുന്ന സ്ഥലത്തിനോട് ചേർന്ന് തന്നെ ഇവിടെ ഫോറസ്റ്റിൻ്റെ ഒരു ക്യാമ്പ് ഷെഡും ഉണ്ട്. ഞങ്ങളിവിടെ മിക്കപ്പോഴും മാനുകളെയും മ്ലാവുകളെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും വലിയൊരു ആനക്കൂട്ടത്തെ ഇത് ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഈ കൂട്ടത്തിലാണെങ്കിൽ 2-3 കുട്ടിയാനകളും ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ 2 ആനകൾ തമ്മിൽ അങ്ങനെ വലിയ ചേർച്ചയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ ഞങ്ങളുടെ പ്രസൻസ് തിരിച്ചറിഞ്ഞ് അവരവരുടെ പ്രശ്നത്തിന് ചെറുതായി കണ്ട് അങ്ങനെ ഇപ്പൊ വലിയ ഫൈറ്റൊന്നും ഇല്ലാതെ കോംപ്രമൈസ് ചെയ്ത് നിൽക്കുകയാണ്. ഈ ആനക്കൂട്ടം തന്നെയാണ് ഈ ഒരു മരം ഇവിടെ മറച്ചിട്ടെന്ന് തോന്നുന്നു. ആനകൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അവർ ഈ താഴത്തെ വെജിറ്റേഷനൊക്കെ കഴിച്ചു കഴിയുമ്പം ചിലപ്പോഴൊക്കെ ഇങ്ങനെ മരം മറിച്ചിട്ടിട്ട് അതിൻ്റെ ലീവ്സും ചെറിയ ബ്രാഞ്ചസും തൊലിയൊക്കെ കഴിക്കാറുണ്ട്. ആനകളുടെ ഫുഡിൻ്റെ കാര്യം അറിയാലോ. ഇവർക്ക് ഇഷ്ടംപോലെ ഫുഡ് വേണം. ഒരു ദിവസം 150 മുതൽ 200 കിലോ ഫുഡ് വരെ ഒരാനയ്ക്ക് വേണം. പിന്നെ ഈ ഹേർഡിൽ അത്യാവശ്യം ആനകളും ഉണ്ട്. 4-5 മുതിർന്ന ആനകളും പിന്നെ കുട്ടിയാനകളും ഇഷ്ടംപോലെ ഉണ്ട്. അതുകൊണ്ട് ഇവർക്ക് ഇഷ്ടംപോലെ ഫുഡ് ആവശ്യമുണ്ട്. ഞങ്ങൾ വണ്ടി അത്യാവശ്യം ബാക്കിലായിട്ടായിരുന്നു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി മെല്ലെ കുറച്ച് ഫ്രണ്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് കുറച്ച് ഫ്രണ്ടിലേക്ക് വണ്ടി എടുത്തതും അവിടെ നിന്ന് ഒരു ആന ഞങ്ങളുടെ നേരെ വന്നു. കുറച്ച് ദൂരം വന്നതും നമ്മുടെ ഡ്രൈവർ വണ്ടി ഒന്ന് റേസ് ചെയ്തു. ആ റേസ് ചെയ്യുന്ന സൗണ്ട് ഇട്ടിട്ട്
ആ ആന മെല്ലെ ബാക്കിലേക്ക് പോയി. ഈ ആനക്കൂട്ടം നിൽക്കുന്നത് നമ്മുടെ സഫാരി റോഡിൻ്റെ ഏകദേശം അടുത്ത് തന്നെ ആയിട്ടാണ്. നമുക്കെന്തായാലും ഇവരെ ക്രോസ് ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ. നമ്മുടെ ഡ്രൈവർ മെല്ലെ വണ്ടി റേസ് ചെയ്തെടുത്തു. ആനകൾ ചാർജ് ചെയ്യാൻ നല്ല ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ റേസ് ചെയ്ത് വണ്ടി എടുത്തത്. ഞങ്ങൾ ആനകളെ ക്രോസ് ചെയ്ത് കുറച്ച് ഫ്രണ്ടിലെത്തിയതും ആനകൾ 2 സ്ഥലത്തായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് ചെറിയ ആനക്കുട്ടികളും പിന്നെ അവരുടെ ഒപ്പം 2 മുതിർന്ന ആനയുണ്ടായിരുന്നു. ബാക്കിയുള്ള മുതിർന്ന ആനകൾ കുറച്ച് ഇപ്പുറത്തായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ത്രെറ്റൊന്നും ഇല്ലാന്ന് മനസ്സിലായിട്ടാന്ന് തോന്നുന്നു. അവർ വളരെ കാമായി നിന്ന് അവിടെ നിന്ന് അതൊക്കെ പറിച്ച് കഴിക്കാൻ തുടങ്ങി. ഇത് വലിയൊരു വയലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മിക്കപ്പോഴും എന്തെങ്കിലുമൊക്കെ സൈറ്റിംഗ് കിട്ടാറുണ്ട്. അങ്ങനെ പോകുന്നതിന് മുമ്പ് വേറെ എന്തെങ്കിലും ആനിമൽ സൈറ്റിംഗ് ഉണ്ടോ എന്ന് നോക്കാനായിട്ട് ഞങ്ങൾ ചുറ്റും ഒന്ന് നോക്കിയപ്പോഴാണ് ഈ ആനകളുടെ ബാക്കിൽ നിന്ന് വേറൊരു ആന നടന്നു വരുന്നത് കണ്ടത്. അത് ഞങ്ങൾ കരുതിയത് ഈ ഹേർഡിൽ തന്നെ മറ്റൊരു ആനയായിരിക്കും എന്നാണ്. പക്ഷെ നടന്നു വരുന്നത് ഒരു കൊമ്പനാണ്. ആ കൊമ്പൻ കുറച്ച് ദൂരത്തു നിന്നാണ് വരുന്നത്. നമ്മുടെ ജീപ്പിന്റെ ഡ്രൈവറായ ആബി നമ്മളോട് ആ കൊമ്പന് ഒരു കൊമ്പ് മാത്രമുള്ളൂ എന്ന് നോക്കാൻ പറഞ്ഞു. ഞങ്ങൾ ക്യാമറയിലൊക്കെ നോക്കിയപ്പം അത് ഒരൊറ്റ കൊമ്പുള്ള കൊമ്പനായിരുന്നു. ഈ ഒരു കൊമ്പൻ കുറച്ച് പ്രശ്നക്കാരനാണ്. വണ്ടികളൊക്കെ കണ്ട ഓടിക്കാറുണ്ടെന്ന് അഭി പറഞ്ഞു. ഇവനെ അധികവും കാണാറ് നമ്മുടെ തോൽപ്പെട്ടി കുട്ടാ റോട്ടിലാണ്. ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലായിട്ടൊന്നും അങ്ങനെ കാണാറുണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. നല്ലൊരു അടിപൊളി കൊമ്പൻ തന്നെയാണ്. ഒരു ഒറ്റ കൊമ്പുള്ളൂ എന്നുള്ള പ്രശ്നമേ ഉള്ളൂ. ഇവൻ മെല്ലെ ആ ഹേർഡിൻ്റെ അടുത്തേക്കാണ് നടന്നു വരുന്നത്. ഇവൻ്റെ പ്രസൻസ് മനസ്സിലാക്കിയതും ആ ഹേർഡ് പെട്ടെന്ന് തന്നെ സ്പ്ലിറ്റായി. പിന്നെ അവർ അധിക നേരം അവിടെ നിന്നില്ല. അവിടെ നിന്ന് മെല്ലെ മൂവ് ചെയ്യാൻ തുടങ്ങി. ആ കൊമ്പന്റെ വരവ് ഈ ഹേർഡിലുള്ള ആനകൾക്ക് അത്രയൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു. നമ്മുടെ പ്രസൻസിനെക്കാട്ടും കൂടുതൽ അവർക്കിപ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്നത് ആ ഒരു കൊമ്പന്റെ പ്രസൻസ് ആണ്. അവരെല്ലാവരും തന്നെ ഇവിടുന്ന് വരിയായിട്ട് നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് മാറിപ്പോകാൻ തുടങ്ങി. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇത് ശരിക്കും കാണാൻ പറ്റും. ആ കൊമ്പൻ ഇവരുടെ അടുത്ത് വരുന്നതും ഇവരെല്ലാവരും അവിടെ നിന്ന് മാറിപ്പോവാണ്. മെയിൽ എലിഫൻസ് പൊതുവെ ഇങ്ങനെ ഹേർഡിലേക്ക് വരുന്നത് മേറ്റിങ്ങിന് വേണ്ടിയായിരിക്കും. ഈ ഹേർഡിൽ ഏതെങ്കിലും ഫീമെയിൽ എലിഫൻസ് ഹീറ്റിലാവാൻ ചാൻസ് ഉണ്ട്. അതാണ് ഇവനിങ്ങനെ ഇവരെ ഫോളോ ചെയ്ത് പോകുന്നത്. ഇവൻ ഫോളോ ചെയ്യുന്നതും അവർ സ്പീഡ് കൂട്ടി അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ മാറിപ്പോകുന്നുണ്ട്. ഇവനാണെങ്കിൽ വിടാതെ തന്നെ അവരുടെ പുറകെ നടക്കുന്നുണ്ട്. നല്ലൊരു അടിപൊളി കൊമ്പൻ തന്നെയാണ്. അവൻ്റെ വരവൊക്കെ കാണാൻ ഒരു പ്രത്യേക രസം തന്നെയായിരുന്നു. എന്നാലും അവൻ്റെ ഒരു കൊമ്പന് എന്തായിരിക്കില്ലേ പറ്റിയിട്ടുണ്ടാവുക. അവനെന്തായാലും വിട്ടുകൊടുക്കാതെ ആ ആനകളുടെ പുറകെ തന്നെ പോകുന്നുണ്ടായിരുന്നു. സമയം ഇപ്പം 6:30 ആയിട്ടുണ്ട്. നല്ല പോലെ ഇരുട്ട് വീണിട്ടുണ്ട്. വിഷ്വൽ അതങ്ങനെ ഫീൽ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഈ കൊമ്പൻ ഇങ്ങനെ ഓരോ ഫീമെയിൽ എലിഫൻറ്റിൻ്റെ അടുത്തും പോയി നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവരാരും തന്നെ ഇവനെ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇതാട്ടെ ഈ ഹേർഡിലൊരു കുട്ടിക്കൊമ്പൻ. ഇവനെ കുറേ നേരമായി കാണാൻ തുടങ്ങിയെങ്കിലും ഇപ്പോഴാണൊന്ന് ഒറ്റയ്ക്ക് കിട്ടുന്നത്.
ഇവനെ കൂടാതെ 2 ചെറിയ കുട്ടിയാനകളും കൂടി ഈ ഹേർഡിലുണ്ട്. ഞങ്ങൾ വൈകുന്നേരം ഒരു 5:30 ആയപ്പോഴാണ് ഈ സഫാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടം വരെ എത്തി ആനകളെയൊക്കെ കണ്ട് ഷൂട്ട് ചെയ്ത് നിന്നപ്പം സമയം പോയത് അറിഞ്ഞതുമില്ല. ഇപ്പം നല്ലപോലെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ചീവീടിൻ്റെ സൗണ്ടൊക്കെ നല്ലപോലെ കേൾക്കാം. ഞങ്ങളായിരിക്കും ഇന്നത്തെ ലാസ്റ്റ് സഫാരി എന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങളുടെ ബാക്കിലായിട്ട് മറ്റൊരു സഫാരി ജീപ്പും കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ 2 ജീപ്പുകാർക്കും ഇന്ന് ഈ ആനകളുടെ നല്ലൊരു സൈറ്റിംഗ് തന്നെ തോൽപ്പെട്ടിന്ന് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളിനി ഇവിടുന്ന് മെല്ലെ മുന്നോട്ട് പോകാൻ തുടങ്ങുകയാണ്. ലൈറ്റ് ഇപ്പം തന്നെ അത്യാവശ്യം കുറവാണ്. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകും തോറും ലൈറ്റ് നല്ലപോലെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി മുമ്പോട്ടുള്ള സൈറ്റിങ്സ് ഒന്നും തീരെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ മെല്ലെ മുന്നോട്ട് പോകാമെന്ന് വെച്ചു. കുറച്ച് ഫ്രണ്ടിലേക്ക് പോയതും ഒരു കൂട്ടം സ്പോട്ടഡ് ഡിയേഴ്സിനെ കണ്ടു. മുന്നോട്ട് പോകും തോറും നല്ലപോലെ ഇരുട്ടായി തുടങ്ങി. തോൽപ്പെട്ടിയിൽ പല പ്രാവശ്യം സഫാരി ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്ര ലേറ്റായിട്ട് ഞങ്ങളിത് ആദ്യമായിട്ടായിരുന്നു. ഇപ്പം നമുക്ക് ശരിക്കും സൈഡിലുള്ള ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ഇരുട്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു നൈറ്റ് സഫാരിൻ്റെ ഫീലായിരുന്നു പിന്നീട് ഞങ്ങൾക്ക് അങ്ങോട്ട് കിട്ടിയത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സഫാരി ജീപ്പിൻ്റെ കുറച്ച് ഫ്രണ്ടിലായിട്ട് പെട്ടെന്നൊരു കരടി ചാടിപ്പോയി. നല്ല ഇരുട്ടും പിന്നെ കരടിയുടെ കളറും അതായതുകൊണ്ട് പിന്നീട് ഞങ്ങൾ നോക്കിയിട്ടൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. മറ്റൊരു കാടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.